സംസ്ഥാനത്തെ ഇടതുമുന്നണിയിൽ കലഹം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതായത് തുടർച്ചയായിട്ടുള്ള 2 പൊതു തെരഞ്ഞെടുപ്പുകളിൽ CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് കഷ്ടിച്ച് ഒരു സീറ്റിന്റെ നേട്ടം മാത്രമേ ഉണ്ടാകൂ. അത് നേട്ടം എന്നല്ല പറയേണ്ടത്, ഒറ്റൊരു സീറ്റിൽ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. തുടർച്ചയായി 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വം നൽകുന്ന LDF പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം പരസ്പരം പഴിചാരുന്നതിന് പകരം യഥാർത്ഥത്തിൽ മുന്നണിക്കുള്ളിലുള്ള മറ്റ് ഘടകകക്ഷികൾ, അതായത് CPM ഒഴിച്ച്, CPMനകത്ത് കലഹം നടക്കുന്നുണ്ട്. CPMന്റെ ജില്ലാ ഘടകങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നും മുഖ്യമന്ത്രി തന്നെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കലഹം നടക്കുന്നു. ഒപ്പം ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള CPI ഇപ്പോൾ CPMനെതിരെ കലഹം നടത്തുകയാണ്. അവർ പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. തുടർച്ചയായിട്ടുള്ള 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഷ്ടിച്ച് ഒരു CPMകാരൻ മാത്രം ജയിച്ചുകൊണ്ട് മുന്നണി അമ്പയെ പരാജയപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെന്ന് അവർ CPIക്കാർ വളരെ ഒച്ചത്തിൽ തന്നെ പറയുന്നുണ്ട്, ശക്തമായി തന്നെ പറയുന്നുണ്ട്. അവരുടെ മന്ത്രിമാർ, CPIയുടെ മന്ത്രിമാർ, CPMന്റെ ഈ പറഞ്ഞിരിക്കുന്ന 2ാം പിണറായി സർക്കാരിൻ്റെ മുന്നണിയിലെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ 4 പേരും അമ്പേ പരാജയം. അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാനില്ല, അവർക്ക് യാതൊന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. എല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം, CPMന്റെ അപ്രമാദിത്വം എന്നല്ല പറയുന്നത്, മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം. അവർക്ക് ആർക്കും തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ശ്രീ K രാജനാണ് അവിടെ CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവ്. അത് കഴിഞ്ഞിട്ട് P പ്രസാദ് വരുന്നുണ്ട്. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം വലിയ പ്രകൃതി സ്നേഹിയും എൻവയോൺമെന്റൽ പ്രകൃതി താല്പര്യങ്ങളൊക്കെ ഉള്ള, സംരക്ഷിക്കപ്പെടണമെന്നൊക്കെ ഉള്ള താല്പര്യമുള്ളൊരു ആളാണ്. അദ്ദേഹത്തിന് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ മന്ത്രിസഭയിൽ പൊതുസമൂഹം കണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹമൊക്കെ നിശബ്ദനാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് GRL, സിവിൽ സപ്ലൈസ് മന്ത്രി GRL, അദ്ദേഹം പണ്ടേ പരാജിതനായിട്ട് കാണുകയാണ്. കാരണം സിവിൽ സപ്ലൈസിൽ യാതൊന്നും ഒരു കാര്യവും ചെയ്യാൻ അദ്ദേഹത്തിനില്ല. പൊതുജനം സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന മന്ത്രിയെയും ആ ഡിപ്പാർട്ട്മെന്റിനെയും തന്നെ വെറുക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഇതിനെല്ലാം ഉത്തരവാദി CPM ആണ്, മുഖ്യമന്ത്രിയാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ കലഹം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ശൈലി മാറണം, മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ ശൈലി മാറണം. കാരണം മുഖ്യമന്ത്രിയാണ് ഈ പരാജയത്തിനെല്ലാം ഉത്തരവാദി. അത് മാർ കുറിലോസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിവരദോഷി എന്ന് പറയുന്ന അത്തരം പരാമർശം, അദ്ദേഹം ഇതുപോലുള്ള നികൃഷ്ട പദങ്ങൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു വലിയ സെറ്റ് ബാക്ക്, ഒരു തിരിച്ചടിയായിട്ട് ഈ മുന്നണിക്ക് തുടർച്ചയായിട്ടുള്ള 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരാജയം നേരിടുന്നതിന് കാരണമായി എന്നാണ് CPI പറയുന്നത്. ഇതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത 3ാമത്തെ ഈ ഇടതുപക്ഷ സഖ്യ സർക്കാരിലെ 3ാം ഘടകകക്ഷിയായിട്ടുള്ള മാണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് M, അവർ പക്ഷേ യഥാർത്ഥത്തിൽ അവർ എപ്പോഴും CPIയും മാണി കോൺഗ്രസും തമ്മിൽ, മാണി കോൺഗ്രസിനെ ഒരിക്കലും അംഗീകരിക്കാൻ CPI കൂട്ടാക്കാറില്ല. പക്ഷെ അവർ പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പേരെടുത്ത് പറയുകയോ പ്രത്യേകിച്ച് വിമർശിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം, അവർ താരതമ്യേന വളരെ മീക്കാണ്, വളരെ സാധു മൃഗങ്ങളായിട്ടാണ് അവരോട് പെരുമാറുന്നത്. അവർക്ക് ഈ പറഞ്ഞ CPIയിലെ മന്ത്രിമാർക്കുള്ള അതേ ഫേറ്റ് തന്നെയാണ്, അതേ വിധി തന്നെയാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല. അവിടെ റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയായിട്ടുണ്ട്. പിന്നെ ഡോക്ടർ N ജയരാജ്, അദ്ദേഹം ചീഫ് വിപ്പാണ്. അവർക്കൊന്നും പ്രത്യേകിച്ച് റോളുകളില്ല. പിന്നെ നിശബ്ദരായിട്ട് അവർ തുടരുന്നുണ്ട്. അതിനകത്ത് കേരള കോൺഗ്രസ് Mന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ ജോസ് കെ മാണി, അദ്ദേഹം പറഞ്ഞത് വിജയത്തിൽ എല്ലാ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും പങ്കുണ്ടെന്ന് പറയുന്നത് പോലെ പരാജയത്തിലും മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും പങ്കുണ്ട് എന്നുള്ള വളരെ പൊതിഞ്ഞ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹത്തിനൊരു LDFൽ ഒരു അക്കോമഡേഷൻ കിട്ടുകയും മന്ത്രിസ്ഥാനം കിട്ടുകയും ചീഫ് വിപ്പ് സ്ഥാനം കിട്ടുകയൊക്കെ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക പരിഗണന കൊണ്ട് എന്ന് മാത്രം അദ്ദേഹം അത് പറയാതെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കീഴടങ്ങലാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്നാൽ മറ്റെല്ലാ ചെറിയ ഘടകകക്ഷികളായിട്ടുള്ള ചെറിയ പാർട്ടികളുടെ നേതാക്കന്മാർ ആരും തന്നെ, മന്ത്രിമാരും തന്നെ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. കാര്യം ആർക്കും തന്നെ ഒരു ധൈര്യവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ CPMനകത്ത് പോലും, കേന്ദ്ര കമ്മിറ്റിയിൽ പോലും, പൊളിറ്റ് ബ്യൂറോയിൽ പോലും ആരുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും ആരൊക്കെ വിമർശിക്കും? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലശേഷം ഉള്ള
CPM പ്രവർത്തകരെങ്ങനെ ജീവിക്കും? CPI പ്രവർത്തകരെങ്ങനെ ജീവിക്കും? എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കന്മാരും ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ആശങ്ക അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തെയും മാധ്യമപ്രവർത്തകരെയും പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന മാന്യന്മാരെയൊക്കെ ആക്ഷേപിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒക്കെ തന്നെയാണ് കാരണം എന്ന് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ അത് കൂടാതെ നമുക്കറിയാം ഭരണപരാജയം വളരെ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞു, ഈ CPIയുടെ കാര്യം നമ്മൾ എടുത്ത് പറയുമ്പോൾ തന്നെ അറിയാം, GRNLന്റെ സിവിൽ സപ്ലൈസിൽ യാതൊരു സാധനങ്ങളുമില്ല. വിലക്കയറ്റം കൊണ്ട് ആൾക്ക് പൊറുതി മുട്ടിയിരിക്കുന്നു. അതുകൂടാതെ പിന്നെ എല്ലാ സാധനങ്ങൾക്കും എല്ലാത്തിനും വൈദ്യുതിക്കും ജലത്തിനും എല്ലാം വില കൂട്ടിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും വില കൂട്ടിയിരിക്കുന്നു. സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയിരിക്കുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. പിന്നെ ക്ഷേമ പെൻഷനുകളില്ല. ശമ്പളം തന്നെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കടമെടുത്തുകൊണ്ട് എല്ലാ ദിവസവും ശ്രീ ബാലഗോപാൽ, ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ കടമെടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം എല്ലാ മാസവും കടമെടുക്കുന്നത്. ഇനി എത്ര കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കും തുടങ്ങിയ ആശങ്കകൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഘടകകക്ഷികളും ഈ പറഞ്ഞ വലിയേട്ടൻ എന്ന് പറയുന്ന CPM-ഉം ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അത് യഥാർത്ഥത്തിൽ കലഹത്തിൽ തന്നെ കലാശിച്ചിരിക്കുന്നു. ശക്തമായ കലഹം നടക്കുന്നു. അത് കൂടാതെ നിശബ്ദരായിട്ട് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിശബ്ദരായിട്ട് നിന്ന് വെറുതെ ഒരു അംഗം കാണുന്ന ഒരു കൂട്ടരായിട്ട് മന്ത്രിമാരായിട്ട് ഈ CPIക്കാർ അധപ്പതിച്ചതിനെതിരെ CPIയിലെ മന്ത്രിമാരെ തന്നെ, പ്രത്യേകിച്ച് P പ്രസാദിനെയും GR അനിലിനെയും മാറ്റണമെന്നാണ് CPIയിലുള്ള നേതൃത്വം അവരുടെ സ്റ്റേറ്റ് കൗൺസിലിലൊക്കെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പിണറായി വിജയന് കൊടുക്കുന്ന ഒരു സൂചനയാണ്. ഞങ്ങൾ ശൈലി മാറ്റുന്നു, ഞങ്ങളുടെ മന്ത്രിമാർ കഴിവുകെട്ടവരാണെന്ന് പൊതുജനത്തിന് തോന്നിത്തുടങ്ങിയെങ്കിൽ ഞങ്ങൾ അവരെ മാറ്റുന്നു. നിങ്ങളും നിങ്ങളുടെ ശൈലി മാറ്റി നിങ്ങളും മന്ത്രിസഭയെ പുനഃസംഘടിപ്പിക്കണം എന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് CPM-നെതിരെ CPIയും കേരള കോൺഗ്രസും മറ്റ് വിഭാഗങ്ങളും എല്ലാം തന്നെ ശക്തമായ രീതിയിൽ അവരുടെ അണികൾ, അവരുടെ കൗൺസിലുകൾ, അവരുടെ കോർ കമ്മിറ്റികളിൽ എല്ലാം തന്നെ ശക്തമായി പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നേരിട്ട് ശ്രീ പിണറായി വിജയനിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കാണുന്നു, കഴിഞ്ഞ 2 ആഴ്ചയായി പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 18ാം പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJP തുടർഭരണം മൂന്നാമതും കിട്ടിയിരിക്കുന്നു. ശ്രീ പിണറായി വിജയനെതിരെയുള്ള അഴിമതി കേസുകളെല്ലാം തന്നെ അതായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒന്നിൽ തന്നെ മാറിയിട്ടുമില്ല, ഒന്നും മാറുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റവുമില്ല, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ യാതൊരു മാറ്റവും വരുന്നില്ല. ഇത് ഇപ്പോൾ കേൾക്കുന്ന ആക്ഷേപങ്ങൾക്ക് പോലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അദ്ദേഹം ഏറ്റെടുക്കുകയോ സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് LDF-ൽ ഈ കലഹത്തിന് പ്രധാന കാരണം.